ഹലോ ഹലോ എസ് ഐ രാജൻ. നിന്റെ മടി വെച്ച് പേരിട്ടിരിക്കണോ? എസ് ഐ സാറെന്ന് വിളിയടാ. മര്യാദക്ക് സംസാരിക്കണം മിസ്റ്റർ രാജൻ. ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റാ. യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റാ? അയ്യോ സാറത് എന്തിനെന്നറിയോ, ഞാൻ ഈ ഉറക്ക ചടവിന് ഓരോന്ന് പറഞ്ഞു പോയതാണ് കേട്ടാ. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാറേ. ഓക്കെ, തന്റെ അഹങ്കാരം അത്ര നല്ലതല്ല. അത് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്തിനു ചെയ്യാനാ സാറേ, പോലീസായി പോയില്ലേ. സാറ് ഏത് പാർട്ടിയുടെ പ്രസിഡന്റാണ്? പാർട്ടി പ്രതിപക്ഷമാണ്. CSPയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് സതീശൻ പൂങ്കാവനം. നീ ഇത്ര നേരം പ്രതിപക്ഷത്തിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് എനിക്കിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ പക്ഷേ ഉള്ളൂ, അതാണ് ഭരണപക്ഷം. കേട്ടോടാ പൂങ്കാ മോനെ സതീശ. അതെ, തന്റെ അഹങ്കാരത്തിന് നാളെ തന്നെ ഒരു 8ന്റെ പണി അങ്ങോട്ട് തരുന്നുണ്ട്. നിന്റെ കൊരവള്ളി വലിച്ച് ഞാൻ ഊഞ്ഞാല് കെട്ടും. നീ എനിക്കിട്ട് എന്തോന്നുണ്ടാക്കൂടാ? എന്തുണ്ടാക്കുമെന്ന നാളെ ഇവിടെ ഹർത്താൽ, അതും തന്റെ പേരില്. അതിന്റെ അന്ത്യം തനിക്കൊരു സസ്പെൻഷൻ. എന്തേ, മതിയോ? എന്തിന്? എന്തിനെന്നോ, ഞങ്ങളുടെ ദേശീയ നേതാവ് കേരളത്തിൽ വന്നിട്ട് സാധിച്ചോ? അഹങ്കാരിയാ താങ്കൾക്ക് സാധിച്ചോ? അയ്യോ അത് എന്തിനെന്നറിയോ അണ്ണ, ഒരു തിരക്കുകളിൽ പെട്ടുപോയതാണ്. ചെക്കല്ല്. അത് ഏത് നേതാവ്? സിദ്ധു, നവജോത് സിംഗ് സിദ്ധു. എപ്പോ? എവിടെ? ഇവിടെ ദേവസഹായ ലോഡ്ജില്. ദേവസഹായ ലോഡ്ജില സിദ്ധു? അത് എന്തിന് പേര്? അത് മന്ത്രി. പുള്ളി വന്നോണ്ടിരിക്കുക. വന്നല്ലേ എന്നാ പൈസ പറയാ വിട്. എന്തായി എന്തായി കാര്യം? ഒന്നും ആയില്ല. അയാൾ ഇപ്പോഴും അകത്താ. എസ് ഐ ഇങ്ങോട്ട് വന്നിരുന്നു. ഇല്ലല്ലോ. വന്നില്ലേ? ഏയ്, ഞാൻ വിളിച്ച് നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാള് പേടിച്ച ഈ റീത്ത് എന്ത് ചെയ്യണം? ദേ വരുന്നുണ്ട്. ദേ വരുന്നുണ്ട്. സാറേ, ഞാൻ സതീശൻ പൂങ്കാവനം, പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ്. ഓ, നേരത്തെ ഫോൺ വിളിച്ച സാറില്ലേ? അതെ. സാറൊന്ന് വരി. വെയിറ്റ്. സാറേ, സതീശൻ സാർ ഇതൊരു ഇഷ്യൂ ആക്കരുത് കേട്ടാ. പിന്നെ ഇനിയൊരു സ്ഥലം മാറ്റം, ഈ അനാഥപ്രേതം പോലുള്ള അലച്ചില് എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സാറേ. ഇപ്രാവശ്യം കൂടി സാർ എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. എന്റെ അമ്മയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, കാര്യം കണ്ടു കഴിഞ്ഞാൽ തുണി നോക്കി കാണിക്കുന്ന തന്നെയാ നിങ്ങള് പോലീസുകാര്. അയ്യോ, ഈ രാജന സാറിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കൂല. എന്റെ മക്കളാണ് സത്യം. ഓ, താങ്ക്സ്. പിന്നെ ഇത് ഈ പത്രക്കാരൻ ഏടാകൂടൊന്നും അറിയിച്ചിട്ടില്ലല്ലോ? ഇല്ലില്ല. ഓ, അതിന് വലിയ ഉപകാരം ഉണ്ട് സാറ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മരിച്ചാലും മറക്കൂല. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം. എന്നാ പിന്നെ അങ്ങോട്ട് പോവില്ലല്ലേ? ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യണേ? എന്റെ മാട്ടിനെ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പൊയ്ക്കോ. നീ അവിടുന്ന് വന്ന് ചെലവ് ഞാൻ അങ്ങോട്ട് തന്നോളാം. അല്ല പിന്നെ എന്റെ വർഗീസേ, അയാളെ കാണാൻ ആവേശത്തിന് വന്നതല്ലേ, നീ ഒന്ന് ക്ഷമി. എന്താ സാറ്? ആര് ഈ ലോഡ്ജിന് ഓണർ? ഞാനാണ് സാർ. ഞാൻ നിരീക്ഷിച്ചു. ഇന്നിവിടെ വല്ല VIP വന്നിരുന്നു? BJP വന്നില്ല. ഉച്ചയ്ക്ക് 2-3 കോൺഗ്രസ്സുകാർ വന്നിരുന്നു പിരിവിനായിട്ട്. എന്നിട്ട് കൊടുത്ത? അത് പിന്നെ മിസ്റ്റർ രാജൻ, എന്താ മിസ്റ്റർ രാജൻ നോക്കുന്നത്? അല്ല സാർ, വിളിച്ച് എന്തെന്ന് നോക്കിയതാണ്. മിസ്റ്റർ രാജൻ, നമ്മൾ വന്ന കാര്യം മാത്രം സംസാരിക്കുക, അല്ലാതെ സാധാരണക്കാരെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്ഥിരം പോലീസ് ഭാഷ നിർത്തണം മിസ്റ്റർ രാജൻ. ഇവിടെ സിദ്ധു വന്നിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കാരനല്ലേ? 103 സാർ. മാറിക്കിട സൂക്ഷിച്ച് കയറാം സാറേ. സാറേ, ഇതാണ് മുറി. ഇതിനകത്തുണ്ട്. എന്തിനു പടയണത്? അവിടെ നില്ലേ, ഞാൻ നോക്കട്ടെ. ഇവിടെ നിൽക്കണ എല്ലാവരും പറഞ്ഞു കേട്ടില്ല സാർ.
എഴുന്നേൽ നടന്നു. അല്ലെങ്കിൽ ഈ കിറക്കന്മാർക്കൊരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. അയ്യോ എനിക്ക് വയ്യമാരെ കൊണ്ട്. ആ എടാ ഞാൻ ഒരു മീറ്റിങ്ങിലാണ്. ആ പിന്നെ വിളിക്ക്. ഒന്നാടാണ് വെച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. അയ്യോ എന്താണത്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ചട്ടിയാക്കി വന്നിരിക്കണല്ലേ? രണ്ടെണ്ണം കൂടി കൊടുക്കും സാറേ. അപ്പൊ ഒന്ന് അത്ത പറയ പോലെ പറയൂ. ആ പറ. എങ്ങനെയുണ്ട് കണ്ടില്ലേ? മറ്റേ മോനെ, എസ് ഐ രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് എന്തിനും നീ ഇപ്പൊ പറഞ്ഞോ? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാടി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെയാണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറയേ. സാറേ എല്ലാത്തിനും പിന്നിൽ പറയും സലാപ്പിലാണ് സാറേ. കർത്താവി, ആ, ഇത് പുതിയൊരു ടിസ്റ്റ് ആണല്ലോ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പല്ല സാറേ ഇവൻ നുണ പറയുക. ഇവൻ കള്ളനാ. കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസ് സലാപ്പ ഞാനിത് വിട്ടോണ്ട് നിക്കണം. അല്ലാതെ ചെരക്കാനല്ലല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ജോർജ് സാർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ? നീ പോലീസ് ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? നീ എസ് ഐ രാജനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? എങ്ങനെയാ ഉരുട്ടല്? എങ്ങനെയാ? കളി എന്നോടാ. ഓരോന്ന് എണ്ണി എണ്ണിപ്പറ. വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്? നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? സാറേ കളിക്കാൻ കൊണ്ട് ഇട്ടിക്കഴിഞ്ഞാൽ തത്ത പറയണല്ലോ ഞാൻ പറയും. അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ? ഇത് കഴിഞ്ഞിട്ട് മതി, പതുക്കെ മതി. ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനിടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ? നീ പറയില്ലല്ലേ? ആ, അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിൽക്കണ പുളുത്താനെ. ഈ താടിക്ക് കുടിക്കിട്ടവനും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കളവാ. അപ്പൊ താനാണ് ഇതിന്റെ തലവനല്ലേ? കൂടെയുള്ള മറ്റൊരെന്തി? ബസ്സിലുണ്ട് സാർ. അത്യാവശ്യമായിട്ടൊന്ന് കൊടൈക്കനാൽ വരെ പോകാൻ ഇറങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ്. ടൂർ പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ. പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാലൊന്ന് കാണിച്ചു കൊടുക്കി. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടാ? കൊടൈക്കനാല്. ഊട്ടി കണ്ടല്ല. പോണോ? അയ്യോ, നടടാ അങ്ങോട്ട്. ഡേടേ, ഇവിടെ വാ. നടക്കടാ. വാ. മാറില്ല. മിസ്റ്റർ രാജൻ, സതീശൻ പൂങ്കാവൻ അല്ലേ? നമുക്കൊരു ചർച്ച ഇവിടെ ആയല്ലോ. അയ്യോ സാറേ, എനിക്കതിനുള്ള ആവതില്ല സാറേ. ഡേ, നീ എന്നെ അവിടെ വെച്ച് എത്ര തവണ പ്യാരെടുത്ത് വിളിച്ച്? ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചു. ഇല്ല സാറേ, 2 പ്രാവശ്യം ഞാൻ കേട്ടതാ. ഇല്ല സാറേ, 2 അല്ല 3 പ്രാവശ്യം. കൊറേ വിളിച്ചല്ലേ? അപ്പൊ പിന്നെ ശരിയാക്കി സാറേ. ചിരിക്കണ. അയ്യോ ചിരിച്ചല്ല, കരനാണ് സാറേ. നിനക്കൊക്കെ എണ്ണൊക്കെ കൃത്യമായിട്ട് അറിയാലടാ ദുഷ്ടന്മാരെ. ഡോക്ടർ അമ്പിളി മുങ്ങിയ പോലെ മുങ്ങിയ മതിയായിരുന്നു. ഇതിപ്പോ എന്തായാലും 14 സാത്തെടുക്കും. ഞാൻ ഒരു കളി കളിച്ചു നോക്കാം. ചെല്ലേ. അവന്റെ പേരാ പ്രമുഖരുടെ പട്ടികയിൽ എഴുതിയിരും. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് മാറി നിലടാ. സാറേ, ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ. എങ്ങനെ? എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ. ഇവനിപ്പോ എന്തിനു പറയണത്? സാറേ, ഇവന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇവൻ അവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ്. ഇവന്റെ അപ്പനപ്പൂപ്പന്മാര് ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നേ. തന്നടേ? അല്ലേടാ. ഇത് രണ്ടായിട്ട് എഴുതിയത്. ബാക്കിയെല്ലാം പ്രതിപട്ടി ചേർത്താ മതി. ശരി സാർ. വാടാ. ഇനി നിനക്കെന്തിര്? സാറേ ഇത് കേസാക്കരുത് സാറേ. വലിയ പുണ്യപ്രവൃത്തിയാണല്ലേ ചെയ്തത്. നിനക്ക് താലപ്പുഴ എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തിരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. ആ പിന്നെ? ഇവര് കാമുകന്മാരാ സാർ.
ഇവര് കാമുകന്മാര് ഇവർക്ക് എന്തിനാ കൂതറ ലോഡ്ജിൽ പരിപാടി? അത് പിന്നെ സാറേ, ഇവൻ എന്റെ നാട്ടുകാരനാ സാറേ. ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവന്റെ കല്യാണം നിശ്ചയിച്ച്. വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലേദിവസം ഇവൻ ഒളിച്ചോടി വന്നാ. താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ. അതുകൊണ്ടാ ഒരു ദിവസത്തേന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത്. നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും. സാറേ പ്ലീസ് സാറേ, കല്യാണം സാറേ, സഹായിക്കണം. കല്യാണം. എന്നിട്ട് മാറില്ല. ഇവൻ ഇത്ര നേരം പറഞ്ഞൊക്കെ നേരി തന്നെ. നീ എന്തിനാ സൂക്ഷിച്ചത്? സാറേ പേടിച്ചിട്ടാ സാറേ, ഗ്യാസിന്റെ. നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടുന്നുണ്ട് കേട്ടാ. നീ വെയിറ്റ് ചെയ്യും. പറയടാ.